നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിൽ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ സെന്റ് തെരേസ ICSE സ്കൂളിൽ ഓൾ കേരള കരാട്ടെ കുങ്ഫു കളർ ബെൽറ്റ് പെർഫോമൻസ് ടെസ്റ്റ് നടത്തി. ഗാന്ധിജിയെ നേരിൽ കാണാൻ സാധിച്ച പരേതനായ അരനാട്ടുകാരൻ പൊറിഞ്ചു ഭാര്യ ആഗ്നസ് ഗാന്ധി ജയന്തി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വേലൂപ്പാടം കവരംപിള്ളി മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് വിശദീകരണ യോഗവും അപേക്ഷാ സ്വീകരണവും നടത്തി. വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ്ക്കൂട്ടം. ആക്രമിക്കാൻ എത്തിയത് 5-ലധികം നായ്ക്കൾ. മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് സെന്ററിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിൽ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക, DMO ശ്രീദേവി, സബ് കളക്ടർ അഖിൽ V മേനോൻ, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ K ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ്, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ U സനിൽ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത വിദ്യാലയം 1ാം ഘട്ടത്തിൽ 469 വിദ്യാലയങ്ങൾക്ക് A+ ഗ്രേഡ് നൽകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പീച്ചി ഡാം ഹരിത ടൂറിസം, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഹരിത ടൂറിസം പ്രഖ്യാപനം, ജലഗുണത ലാബ് കിറ്റുകളുടെ 2ാം ഘട്ട വിതരണം എന്നിവ ചടങ്ങിൽ നടന്നു. 75% മുകളിൽ വാതിൽപ്പടി ശേഖരണം കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ 100% യൂസർ ഫീ കളക്ഷൻ കൈവരിച്ച 5 വാർഡുകൾക്കുള്ള ആദരവും, ജില്ലയിലെ മികച്ച NSS പ്രോഗ്രാം ഓഫീസറായി തെരഞ്ഞെടുത്ത റീജോ, സെൻട്രൽ സോണിൽ മികച്ച NSS വോളണ്ടിയറായി തെരഞ്ഞെടുത്ത ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ TJ ചിന്മയിക്കുള്ള ആദരവും ചടങ്ങിൽ നടന്നു. നെന്മണിക്കര പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയം, അംഗൻവാടി, അയൽക്കൂട്ടങ്ങൾ എന്നിവയ്ക്കുള്ള അവാർഡും ചടങ്ങിൽ കൈമാറി. തുടങ്ങി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 വരെയുള്ള 6 മാസക്കാലത്തിനുള്ളിലാണ്. മറ്റുള്ള സ്ഥലങ്ങൾക്ക് മാതൃകയാവും. എൻ്റെ ഒരാഗ്രഹം നമ്മുടെ ജില്ല തന്നെ ആദ്യമായി തന്നെ ഈ ഒരു മാലിന്യ മുക്ത കേരളത്തിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും അതിലോട്ട് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ സഹായത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സഹായത്തോടുകൂടി നേടിയെടുത്തൊരു പാലക്കാട് ഗ്രാമപഞ്ചായത്ത് തേങ്ങലിന് ശേഷം വടക്കേക്കാട് പൊതുപ്രവർത്തകർ, വായനശാലകൾ, ഈ മാലിന്യ നിർമ്മാർജ്ജന കുട്ടികളൊക്കെ മാതൃക കളിക്കുന്നുണ്ട് പലയിടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ. അപ്പം നമ്മുടെ മുഴുവൻ സ്ഥലങ്ങളെല്ലാം തള്ളി ജലാശയങ്ങൾ വൃത്തിഹീനമാക്കി എല്ലാ നിലയിലും നമുക്ക് ഇതിലേക്ക് അവബോധമുണ്ടാക്കി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. പുതുക്കാട് സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധിജിയുടെ ചിത്രം വെച്ച് ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. കോൺഗ്രസ് നേതാക്കളായ സിൻഡോ പയ്യപ്പിള്ളി, ലിൻസൺ പല്ലൻ, ഡേവിസ് പൊഴലിപ്പറമ്പിൽ, ജോസ് കൊക്കാലി, PC ജയൻ, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആസ്റ്റൽ ജോയ്, ആൽഡ്രിൻ റാഫി എന്നിവർ സംസാരിച്ചു.
അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി ജയൻ കൂവക്കാടൻ സന്ദേശം നൽകി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി, ജെൻസൺ കണ്ണത്ത്, സിജോ പുന്നക്കര, രാധാകൃഷ്ണൻ, ഷാജി, സുന്ദർ വെണ്ടോർ, ഹരൺ, മനോജ്, ആൻസ്, ജോസ് പ്രകാശ്, ജോർജ് എന്നിവർ പങ്കെടുത്തു. ഗാന്ധിയൻ മാതൃകൾക്ക് നമുക്ക് വഴികാട്ടുന്നു. വർഗീയത വളർത്തിയും മനുഷ്യരെ വേർതിരിച്ചും വേട്ടയാടിയും നമ്മുടെ രാജ്യത്തിന്റെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗാന്ധി സ്മൃതിയും പുഷ്പാർച്ചനയും DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CH സാദത്ത്, പഞ്ചായത്ത് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, PC വേലായുധൻ, ലിനോ മൈക്കിൾ, നൈജോ ആന്റോ, സിജിൽ ചന്ദ്രൻ, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ഉസ്മാൻ മന്ത്രിക്കുത്ത്, ജോസഫ് വാലിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജന്മദിന ആഘോഷങ്ങൾ നമുക്കറിയാം, ഇന്ന് ലോകം ഒരു യുദ്ധത്തിന്റെ നടുവിലാണ്. കൊരട്ടിക്കോനൂർ 4-ാം വാർഡ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫിൻസോ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഷാജു നായത്തോടൻ പതാക ഉയർത്തി. ബൂത്ത് പ്രസിഡന്റ് ബൈജു മുള്ളംകുഴി സ്വാഗതം പറഞ്ഞു. CM ഡേവിസ് മാസ്റ്റർ, VK കൃഷ്ണൻ, സച്ചിൻ രാജ്, പത്മനാഭൻ, ജോസ് പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. തോമസ് തച്ചുപറമ്പിൽ നന്ദി പറഞ്ഞു. പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണം പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ KK അംബിക, ഹെൽപ്പർ UA ഷൈനി എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി അങ്കണവാടി വർക്കേഴ്സും കുട്ടികളും പാരന്റ്സും ചേർന്ന് അങ്കണവാടി പരിസരം വൃത്തിയാക്കി. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ സെന്റ് തെരേസ ICSE സ്കൂളിൽ ഓൾ കേരള കരാട്ടെ കുങ്ഫു കളർ ബെൽറ്റ് പെർഫോമൻസ് ടെസ്റ്റ് നടത്തി. പരിപാടിക്ക് സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ ഫൗണ്ടർ സെൻസൈ ഡിനോ ഡേവിസ് സ്വാഗതം പറഞ്ഞു. സെന്റ് തെരേസ ICSE സ്കൂൾ പ്രിൻസിപ്പാൾ വിജി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ഡു ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് സെൻസൈ ഓഗസ്റ്റിൻ M ഓവേലിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കരാട്ടെ കുങ്ഫു ആയോധന കലയിൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള സീനിയർ സെൻസൈ TV ബാഗി ആയിരുന്നു മുഖ്യാതിഥി. ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ഡു ഇന്ത്യയുടെ സീനിയർ സെൻസൈ സാബു ജേക്കബ് ആശംസകൾ അർപ്പിച്ചു. സീനിയർ സെൻസൈ പ്രേമൻ സാന്നിധ്യം നിർവഹിച്ച ചടങ്ങിൽ സെൻസൈ ഫ്രാൻസിസ്, സെൻസൈ ആന്റണി പോളിനെയും ആദരിച്ചു. കൂടാതെ കരാട്ടെ ഇന്ത്യൻ ഓർഗനൈസേഷൻ ഗഡ്ജ് എക്സാം പാസ്സായവരെയും സ്കോളർഷിപ്പ് നേടിയവരെയും അഭിനന്ദിക്കുകയും ചെയ്തു. SMAയുടെ പ്രസിഡന്റ് സെൻസൈ വിഷ്ണുജിത്ത് നന്ദി പ്രകാശിപ്പിച്ചു. ഞാനും ഇതുപോലെ ഒരു വൈറ്റ് ബെൽറ്റും കിട്ടി ഇരുന്നതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ഞാനിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ഗാന്ധിജിയെ നേരിൽ കാണാൻ സാധിച്ച പരേതനായ അരനാട്ടുകാരൻ പൊറിഞ്ചു ഭാര്യ ആഗ്നസ് ഗാന്ധി ജയന്തി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് സത്യത്തിന്റെ സന്ദേശം നൽകിയ അഹിംസയുടെ പ്രവാചകൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156-ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുതുക്കാട് തെക്കേത്തുറവ് 14-ാം വാർഡ് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് സെന്ററിൽ നടത്തിയ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവുമാണ് ഗാന്ധിജിയെ നേരിട്ട് കണ്ട 90 വയസ്സുള്ള ആഗ്നസ് അമ്മ ഉദ്ഘാടനം ചെയ്തത്. അനുസ്മരണ യോഗത്തിൽ ബിബിൽ കുറ്റിക്കാടൻ, വർഗീസ് തെക്കേത്തല, രവി കിളിയാറ, ജേസൺ കുറ്റിക്കാടൻ, രാധാകൃഷ്ണൻ, ടോമോജോ കുറ്റിക്കാടൻ, ജേക്കബ് ചെറുശ്ശേരി, ഷൈജൻ അമത്തൽ, മനോജ് എന്നിവർ നേതൃത്വം നൽകി. വേലുപ്പാടം കവരംപിള്ളി മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് വിശദീകരണ യോഗവും അപേക്ഷാ സ്വീകരണവും നടത്തി. വേലുപ്പാടം സെയിന്റ് ജോസഫ്സ് റൂബി ജൂബിലി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കിഫ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് വിശദീകരണം നൽകി.
പരിസ്ഥിതിലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വാർഡുകളിൽ ഗ്രാമസഭ വിളിക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. സമിതി പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. പ്രശ്നബാധിത മേഖലയിലെ 200-ലധികം ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ജസ്റ്റിൻ മാന്തോട്ടം, സിബി പുത്തൂർ, വിൽസൺ VT, ഫൈസൽ, സെബി മഞ്ഞളി, സാൻജോ, തങ്കച്ചൻ പല്ലാട്ട്, സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. കമ്മിറ്റികൾ വരുമ്പോഴും അവരതിൻ്റെ വ്യാപ്തിയും മനുഷ്യനല്ല പ്രാധാന്യം കൊടുക്കുക. വനം, വന്യജീവി, പരിസ്ഥിതി അതിനാണ് പ്രാധാന്യം കൊടുക്കുക. ഈ മനുഷ്യൻ എന്ന ലോകത്തെ ഏറ്റവും പ്രബുദ്ധമായ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ സായിപ്പ് പേര് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ജനിച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ ആനുകൂല്യങ്ങളോട് നമുക്ക് കിട്ടണില്ല. ഇതിനൊക്കെ പുറകില് നമ്മളൊക്കെ വിചാരിക്കാത്ത വിധത്തിലുള്ള വലിയ ഒരു വൻ ലോബി നിലനിൽക്കുകയാണ്. നിങ്ങളൊക്കെ കാർബൺ ഫണ്ടിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നമ്മുടെ നാട് നീങ്ങും. ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. ഇപ്പോൾ വന്യജീവി ഈ ശല്യം, പ്രത്യേകിച്ച് കാട്ടാന മുതലായ വന്യജീവികൾ വരുമ്പോൾ നമുക്കറിയാം അതിനെ നിയന്ത്രിക്കാനും അതിൻ്റെ കാര്യങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ മാത്രമേ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് പരിസ്ഥിതി ലോല പ്രദേശം. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ വന്യജീവികൾ, ഇപ്പോൾ വരുന്ന വന്യജീവികളെ തടയാൻ പോലും പറ്റില്ല. നമ്മുടെ പ്രദേശത്ത് മണ്ണിളക്കി കൃഷി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ മരങ്ങൾ പോലും മുറിക്കാൻ പറ്റില്ല. വാഴ പോലും വെട്ടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ്ക്കൂട്ടം. ആക്രമിക്കാനെത്തിയത് 5-ലധികം നായ്ക്കൾ. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്കൂൾ വിട്ട് വരികയായിരുന്ന വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ കുരച്ചെത്തിയത് 5ഓളം നായ്ക്കളാണ്. മാരാത്തുകുന്ന് പാൽ സൊസൈറ്റിക്ക് സമീപമാണ് തെരുവ് നായ്ക്കൾ വിദ്യാർത്ഥിക്ക് നേരെ കുതിച്ചെത്തിയത്. വിദ്യാർത്ഥിയുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ വീട്ടമ്മയുടെ സമയോചിതമായ ഇടപെടലാണ് കുട്ടിക്ക് സുരക്ഷയൊരുക്കിയത്. പ്രദേശത്ത് ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകെ നായ്ക്കൾ കുരച്ചു പായുന്നതും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് സെന്ററിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ, രതി ബാബു, മെമ്പർമാരായ CP ജീവൻ, രശ്മി ശ്രീശോഭ്, പ്രീതി ബാലകൃഷ്ണൻ, ഫിലോമിന, അനൂപ്, സുമ ഷാജു, ഷാജു കാളിയങ്ങര, പുതുക്കാട് മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് എന്നിവർ സംസാരിച്ചു. 3.5 പതിറ്റാണ്ടോളമായി വീടെത്താൻ വഴിയില്ലാതെ നടപ്പാതയിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് തൃക്കൂർ കോഞ്ഞിക്കരയിലെ 7 കുടുംബങ്ങൾ. റോഡിൽ നിന്ന് 250 മീറ്ററോളമുള്ള നടപ്പാത മാത്രമാണ് ഇവരുടെ വീടുകളിലെത്താനുള്ള ഏക മാർഗം. ഇതിലൂടെയാണ് കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത്. വഴിവിളക്കില്ലാത്ത പ്രദേശത്ത് ഇഴജന്തുക്കളെ ഭയന്നാണ് ഓരോരുത്തരും വീടെത്തുന്നത്. ഞങ്ങൾ 28 വർഷമായി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു വഴിയില്ല, ഒന്നുമില്ല. കുഞ്ഞു 2.5 വയസ്സ് തൊട്ട് 13 വയസ്സ് പ്രായം വരെയുള്ള മക്കളാണ്. അവർ വെള്ളത്തിലൂടെ നീന്തിയിട്ടാണ് സ്കൂളിലൊക്കെ പോകുന്നത്. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം പാമ്പുകളുടെ കളിയാണ്. മക്കൾക്ക് പോകാനായിട്ട് ഒരു സുരക്ഷിതയില്ല. ഞങ്ങളുടെ മക്കളെ അത്രയും ഒരു ദുരിതത്തിലാണ് ഞങ്ങൾക്ക് എടുക്കുന്നത്. ഞങ്ങൾക്കൊരു വഴിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. എല്ലാ പാർട്ടിക്കാരും വന്നിട്ട് ഞങ്ങൾക്ക് അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് ഒരാളുമില്ല. ഞങ്ങൾ 28 വർഷമായി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വഴിയില്ലാത്ത പ്രശ്നം കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുറേ മരണങ്ങൾ നടന്നിട്ടുണ്ട്, പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങളുടെ നടക്കുന്നത്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. പിന്നെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നതൊക്കെ കുറേ വെള്ളത്തിൽ ചെളിയിലൊക്കെ വീണിട്ടൊക്കെയാണ് അവർ കണ്ടെത്തുന്നത്. ഈ നടക്കണ വഴിയുണ്ടല്ലോ, അത് കുറച്ച് വീതി കൂട്ടി തരണമെന്നാണ് ഞങ്ങൾ അവിടെ കുറേ നാളുകളായിട്ട് പറയുന്നത്. ഇതേവരെയ്ക്ക് അതിനൊരു തീരുമാനം കൂടി ഉണ്ടായിട്ടില്ല. നടപ്പാതയ്ക്ക് ചുറ്റിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണുള്ളത്. ഇവർ കനിഞ്ഞാൽ മാത്രമേ ഈ കുടുംബങ്ങൾക്ക് വഴിയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് വീട്ടുകാർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല.
സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകിയാൽ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴിയുണ്ടാകും. സ്ഥലം വിട്ടു നൽകാൻ ചില ഉടമകൾ തയ്യാറാണെങ്കിലും അതിനെല്ലാം മുൻകൈയെടുത്ത് നടപ്പിലാക്കാൻ അധികൃതരാരും മുന്നോട്ടു വരുന്നില്ലെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം. വഴിക്കുള്ള ഭൂമി പണം നൽകി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരല്ല ഇവിടെയുള്ളവർ. അധികൃതർ സ്വകാര്യ വ്യക്തികളെ കണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ അവർ സ്ഥലം വിട്ടു നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. അസുഖം വന്നാൽ ഇവരെ ഉന്തുവണ്ടിയിൽ റോഡിലേക്ക് എത്തിക്കുകയാണ് പതിവ്. മഴക്കാലമായാൽ വേഗത്തിൽ വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവരുടേത്. വീടുകളിൽ വെള്ളം കയറി സാധനങ്ങളെല്ലാം റോഡിലേക്ക് എത്തിക്കാൻ ഏറെ പ്രയാസമാണ് ഇവർ അനുഭവിക്കുന്നത്. അധികൃതർ ഇടപെട്ട് വീടുകളിലേക്ക് വാഹനം എത്താൻ കഴിയുന്ന രീതിയിലുള്ള വഴി ഒരുക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിൽ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ സെന്റ് തെരേസ ICSE സ്കൂളിൽ ഓൾ കേരള കരാട്ടെ കുങ്ഫു കളർ ബെൽറ്റ് പെർഫോമൻസ് ടെസ്റ്റ് നടത്തി. ഗാന്ധിജിയെ നേരിൽ കാണാൻ സാധിച്ച പരേതനായ അരനാട്ടുകാരൻ പൊറിഞ്ചു ഭാര്യ ആഗ്നസ് ഗാന്ധി ജയന്തി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വേലൂപ്പാടം കവരംപിള്ളി മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് വിശദീകരണ യോഗവും അപേക്ഷാ സ്വീകരണവും നടത്തി. വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ്ക്കൂട്ടം. ആക്രമിക്കാൻ എത്തിയത് 5-ലധികം നായ്ക്കൾ. മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് സെന്ററിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.